ഹനുമാൻ രാവണസഭയിൽ. അനിലജനെ നിശിചരകുലാധിപൻ മുൻപിൽ വെച്ചാതിഥേയാധിപാരാതി ചൊല്ലിടിന. അമിത നിശിചരവരരെ രണശിരസി കൊന്നവനാശു പിരിഞ്ചാസ്ത്രബദ്ധനായിടിന. ജനകാതവ മനസി സജീവന്മാരുമായിനി ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയത. പ്ലവകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാം ഒരന്തകൻ. നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിന. ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമതു കാക്കുന്നവരെയും ഉക്കോടു മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തുമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വിരവിനോടു ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും. പവനസുതനോടു വിനയനയസഹിതമാതരാൽ പപ്രച്ഛ. നീ ആരയച്ചു വന്നു കപേ നൃപസദസി കഥയമമ സത്യം മഹാമതേ. നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖിലമകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമിസഭ പാർക്കനീ. അനൃതവചനവും അലമധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശരാജ്യത്തിങ്കലില്ലടോ. നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടുവായുധനയനും മനശ്രീ രഘുകുലവരനെ മുഹുരവി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. പുടവചനം അതിവിശദം ഇതി ശൃണുജളപ്രഭോ. പൂജ്യനാം രാമദൂതൻ ഞാനറിക നീ. ഭുവനപതി മമപതി പുരന്തരപൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജകുലപതി ശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാധി മുക്തിമുക്തിപ്രദൻ പുരമഥന ഹൃദയ മണിനിലയന നിവാസിയാം ഭൂദേശസേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജകുല രിപുമണിരഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ. നിജജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു. ജനകജയും അവരജനുമായി വരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലേ. തവ മരണമിക വരുവതിന്നൊരു കാരണം താമരസോത്ഭവ കൽപ്പിതം കേവലം. തദനു ദശരഥ തനയനും മതംഗാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപന തനയനോടനല സാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതിസുതനെ ഒരു ബാണേന കൊന്നുടനർക്കാത്മജന്നു കിഷ്കിന്ധയും നൽകിനാൻ. അടിമലരിലവനമനമഴകിനൊടു ചെയ്തവൻ ആധിപത്യം കൊടുത്താധി തീർത്തിടിനാൻ. അതിനവനും അവനിതനയന്വേഷണത്തിനായ ആശകൾ തോറും ഏകൈക 100,000 പ്ലവകുലപരിവിടരെ ലഘുതരമയച്ചതിലേഖനഹമിക വന്നു കണ്ടീടിനേ. വനജ വിടവികള് ഉടനുടനിക തകർത്തതും വാനരവംശപ്രകൃതിശീലം വിഭോവോ. ഇകലിൽ നിശിചരവരരെയൊക്കെ മുടിച്ചതും
എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയം അകതളിരില്ലയാതേ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനകം. ദശനിയുത ശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ. തവ തനയ കരഗണിത വിധിവിശിഖപാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം. കമലഭവമുഖസുരവര പ്രഭാവേന മേ കായത്തിനേതുമേ പീഡയുണ്ടായി വരാം. പരിഭവവും ഒരു പൊഴുത് മരണവുമകപ്പെടാ ബദ്ധഭാവേന വന്നീടിനേനത്ര ഞാൻ. അതിനു ഇതുപൊഴുതിൽ ഒരു കാരണമുണ്ടു കേൾ. അദ്യഹിതോ തവ വക്തോദ്യുക്തനായി. അകതളിരിൽ അറിവു കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മമെന്നാത്മോപദേശം അജ്ഞാനിനാം മോക്ഷദം. മനസ്സി കരുതുക ഭുവനഗതിയ വഴിയേ ഭവാൻ മഗ്നനായിടൊല മോഹമഹാംബുധോ. ത്യജമനസി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടു നീ. അതു ജനന മരണ ഭയനാശിനി നിർണയം അന്യയായുള്ളതു സംസാരകാരിണി. അമൃതഘന വിമലപരമാത്മബോധോചിതം അത്യുത്തമാന്വയോത്ഭൂതനല്ലോ ഭവാൻ. കളകതവ ഹൃദി സപതി തത്വബോധേന നീ. കാമകോപദ്വേഷലോഭമോഹാദികൾ കമലഭവ സുതതനയനന്ദനാകയാൽ കർപ്പുരഭാവം പരിഗ്രഹിയായിക നീ. ധനുജ സുരമനുജ ഖഗ മൃഗഭുജഗഭേദേന ദേഹാത്മബുദ്ധിയ സന്ധ്യജിച്ചിടു നീ. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ. അമൃതമയൻ അജൻ അമലൻ അദ്വയൻ അവ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ. നിരുപമനമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മലൻ നിർമ്മമൽ നിയമപര നിലയനൻ അനന്തനാദ്യൻ വിഭു. നിത്യൽ നിരാകാരൻ ആത്മാപരബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ. വേദാന്തവേദ്യൻ അവേദ്യനജ്ഞാനിനാം സകല ജഗതിതമധിക മായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം. ജഡമഖില ജഗതിതം അനിത്യമറിക നീ ജന്മ ജരാമരണാദി ദുഃഖാന്വിതം. അറിവതിനു പണി പരമപുരുഷമറിമായങ്ങൾ ആത്മാനമാത്മനാ കണ്ടു തെളിക നീ. പരമഗതി വരുവതിനു പരമൊരുപദേശവും പാർത്തു കേട്ടീടു ചൊല്ലിത്തരുന്നുണ്ടോ ഞാൻ. അനവരതവും അകതളരിൽ അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം. അകമലരും അകമകലുമളവതി വിശുദ്ധമായി ആശുതത്വജ്ഞാനവും ഉദിക്കും ദൃഢവും. വിമലതര മനസി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനിചരവന ദഹനമന്ത്രാക്ഷരദ്വയം രാമരാമേതി സദൈവ ജപിക്കയും പ്രതിസപതി നിജഹൃതി വിഹായ നിത്യം മുതാ രാമപദധ്യാനമുള്ളിലുറയ്ക്കയും. അറിവു ചെറുതകതളിരിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാലാശു നീ. ഭജഭവഭയാവഹം ഭക്തലോകപ്രിയം
ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമഥന ചരണ സരസിജയുഗളമാശു നീ മൗഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടിടടോ. കുസൃതികളും ഇനി മനസ്സി കനിവുണൊടു കളഞ്ഞ് വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ. പരധനകളത്ര മോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടലാം. നളിനദല നയനം അഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സരം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം. ശരണമിക ചരണകമലേ പതിച്ചിടടോ. ശത്രുഭാവത്തെ ത്യജിച്ച് സന്തുഷ്ടനായി കലുഷം അനവധി ചടിതി ചെയ്തിരുന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ. രഘുപതിയെ മനസ്സി കരുതുകിൽ അവനു ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. സനകമുഖമുനികൾ വചനങ്ങളിതോർക്കടോ. സത്യമയോക്തം വിരിഞ്ചാതി സമ്മതവും അമൃതസമവചനമിതി പവനതനയോദിതമത്യന്തരോഷേണ കേട്ടു ദശാനനൻ. നയനവിരുപതിലുമധ കനൽ ചിതറുമാരുടൻ നന്നായുരുട്ടി മിഴിച്ചു ചൊല്ലിടിനാൻ. തിലസദൃശമിവനയിനി വെട്ടി നുറുക്കുവിൽ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ. മമ നികടഭുവി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ. ഭയവും ഒരു വിനയവും ഇവന്നു കാൺമാനില്ല. പാപിയായൊരു ദുഷ്ടാത്മാ ഷഠനിവൻ. കഥയമമ കഥയമമ രാമനെന്നാരു ചൊൽ കാനനവാസി സുഗ്രീവനെന്നാരടോ. അവരെയുമനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ. ദശവദന വചനം ഇതി കേട്ട് കോപം കൊണ്ടു ദന്തം കടിച്ചു കപീന്ദ്രനും ചൊല്ലിനാൻ. നിനവുതവ മനസ്സി വരുതെത്രയും നന്നു നീ നിന്നോടെതിരൊരു 100,000 രജനിതര കുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചെതിർത്തിയിലും നിയതമിത് മമ ചെറുവിരൽക്കു പോരാ. പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോട് കശ്മല. പവനസുതവചനമിതി കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിടിനാൻ. ഇവിടെ നിശിചരൊരുവരായുധപാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. അതുപൊഴുതിലൊരുവൻ അവനോടടുത്തിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ, അരുതരുത് ദുരിതമിതു ദൂതനെ കൊല്ലുകൻ ആർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ. ഇവനെ വയമിവിടെ വിരവോടു കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയുന്നിതു രാഘവൻ. അതിന് പുനരിവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണം. അതല്ലോ നൃപോചിതം. ഇതി സദസി ദശവദന സഹജവചനേന താൻ. എങ്കിൽ അതങ്ങനെ ചെയ്യുന്നു ചൊല്ലിനാ.